ടു അനദർ വീഡിയോ ഓഫ് സൈലൻറ്റ്. സൂര്യനെ പേടി അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ പേടി അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റിനെ പേടി, ഇതിനെ നമ്മൾ എന്തു പറയും? യെസ്, അതിന് നമ്മൾ പറയുന്നതാണ് ഹീലിയോഫോബിയ. ഹീലിയോഫോബിയ ഉള്ളവർക്ക് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ പെട്ടെന്നൊരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർട്ട് ബീറ്റ് കൂടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ട്രബിൾ, പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് വരിക, അതായത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടൊരു ബേണിങ് സെൻസേഷൻ തോന്നുക. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിയർ അവർക്ക് വരുന്നതെന്ന്, ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ആക്ച്വലി അവർക്കൊരു സൺബേൺ മുന്നേ ഉണ്ടായതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഈ ക്രോണിക് ലൈറ്റ് കാരണം അവർക്ക് ഒരു മൈഗ്രെയിൻ വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് കാരണം അവർക്ക് മുമ്പ് എപ്പോഴോ ഒരു ഡ്രോമ അതുമായിട്ട് അക്കമ്പനി ചെയ്തത് കൊണ്ടാവാം. ഈ ഒരു റീസൺസ് കൊണ്ടൊക്കെ അവർക്ക് ഈ ലൈറ്റിന് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റിനൊരു പേടി അവർ കാണിക്കാം. ഹീലിയോഫോബിയ ഉള്ളവർ കൂടുതലും പുറത്തേക്ക് പോകാൻ പ്രിഫർ ചെയ്യുന്നില്ല. അവർ കൂടുതലും ഇൻഡോറിലാണ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട്. അവർ വീട്ടിനുള്ളിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഐസൊലേറ്റഡ് ഫീലിംഗ് വരാം. അതുപോലെ ഫീലിംഗ് ഓഫ് ഏലിയനേഷൻ ഉണ്ടാവാം. മറ്റുള്ളവരിൽ നിന്ന് കുറേ കൂടെ അവരുടെ അടുത്ത് സംസാരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് അവർക്കൊരു ഐസൊലേറ്റഡ് ഫീലിംഗ് വരും. അതുപോലെ തന്നെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ അവർ വിറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമ്പം ബോഡി ഫുള്ള് കവർ ചെയ്യുക, അല്ലെങ്കിൽ അംബ്രല്ല പിടിക്കുക, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഒക്കെ വെയർ ചെയ്തിട്ടായിരിക്കും ഔട്ട്ഡോറിലേക്ക് അവരിറങ്ങുക. സോ ഐ ഹോപ്പ് ഹീലിയോഫോബിയ ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.